ഹലോ, വെൽക്കം ടു സുസ്യാത്രകളുടെ പുതിയ വീഡിയോയില് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിത് ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പോൾ. അതെ, തണുപ്പൊക്കെ മാറി ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പിയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ അടുത്തിനൊരു പെറ്റ് ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മോന് എന്തെങ്കിലും ഒന്ന് വാങ്ങുക എന്നുള്ളൊരു ഉദ്ദേശമാണ് കേട്ടോ നമുക്ക് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ പെറ്റ് ഷോപ്പിൽ ഡോഗ്, ക്യാറ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതല്ലാതെ ഇങ്ങനെ കുഞ്ഞ് ഗിനിപ്പിഗൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ, ബേർഡ്സ്, ഫിഷ് അതൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടത് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റാണ്. ഓരോന്നും ഇടാൻ വേണ്ടിയിട്ട് ഓരോ ബാസ്ക്കറ്റാണ്. അങ്ങനെ നമ്മളത് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോപ്പിൽ കയറി ചെല്ലുന്ന അവിടെ തന്നെ മറ്റ് ആനിമൽസിനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആനിമൽസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഗിനിപ്പിഗൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ. രണ്ട് കുഞ്ഞ് എലിക്കുട്ടന്മാരെ കണ്ടോ, ഒരു ബ്ലാക്കും കൂടി ഉണ്ട് കേട്ടോ. ഇവരെ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, പെറ്റായിട്ട് ഇങ്ങനെ ആനിമൽസിൽ. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കി. എലീനെ എന്താണേലും നമുക്ക് വേണ്ടാത്തതുകൊണ്ട് പിന്നെ അത് നമ്മൾ എന്താണേലും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ കുറച്ച് ബേർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ബേർഡ്സിന് വേണ്ടിയിട്ട് ഹീറ്ററൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഈ ഷോപ്പിൽ പിന്നെ കൂടുതലായിട്ടുണ്ടായത് പെറ്റ് ഫുഡ്, അതുപോലെ പെറ്റ് ആക്സസറീസൊക്കെ ആയിരുന്നു കേട്ടോ. അതല്ലാതെ ഇങ്ങനെ പെറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഫിഷ് ഉണ്ട്, പിന്നെ കുഞ്ഞ് പാറ്റ പോലത്തെയൊക്കെ കണ്ടു കേട്ടോ. പുഴു, പാറ്റ, അതിനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇങ്ങനെ കുറേ അക്വേറിയംസ്, ഇങ്ങനെ ഫുൾ പ്ലാന്റഡ് ആയിട്ടുള്ള അക്വേറിയംസ് കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഷീച്ചേട്ടന് അക്വേറിയം ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ പഴയ വീട്ടിൽ നമുക്കൊരു 5-6 അക്വേറിയം, അത് ഫുള്ള് ഫിഷും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നേരം അതൊക്കെ അവിടെ നോക്കി നിന്നു. എന്തെങ്കിലും നമുക്ക് വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ പക്ഷേ ഈ ഫിഷൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ ദുബായിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ടോ എന്തോ പാറ്റനെ കണ്ടോ, കളേർഡ് പാറ്റ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ പിന്നെ നമുക്ക് പെറ്റിനൊന്നും കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മ ഭയങ്കര സങ്കടത്തിലായി. പിന്നെ അമ്മയൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ ഒരു മറ്റേ ബർഗർ കിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്നാൽ പിന്നെ ഒന്ന് നടക്കാൻ പോകാമെന്ന് ഓർത്തിട്ട് പിന്നെ ഇങ്ങോട്ട് നടക്കാൻ വന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പത്തെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു സ്കേറ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്കേറ്റ് ചെയ്തിട്ട് കയറാനുള്ളതാണ് കേട്ടോ ഈ ബോർഡ്. അപ്പോൾ നമ്മൾ സ്കേറ്റ് മറ്റേ ഇത് എടുത്തില്ലായിരുന്നു, ട്രൈസൈക്കിൾ അമ്മ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ അതിനകത്ത് ഓടി കയറാൻ നോക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങി. കിളികളുടെ സൗണ്ടൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ട്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് വേറെ ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് വേറെ സൗണ്ടുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഹലോ, നമ്മളിതേ കാട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ട്രക്കിങ് കണ്ടോ, നല്ല കാടാണ്. കിളികളുടെ സൗണ്ടൊക്കെ നല്ല സൂപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് നടക്കാനുള്ള വഴിയിൽ ഇങ്ങനെ മരം മുറിച്ചതിൻ്റെ കുഞ്ഞ് ചിപ്സ് ഇല്ലേ, അതിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അതുകൊണ്ട് മഴ പെയ്താൽ അങ്ങനെ ചെളിയൊന്നും ആവില്ല. നമുക്ക് നടക്കാൻ നല്ല സുഖം. സോറി പക്കു കാണില്ല. മരങ്ങളുടെ കുഞ്ഞു മരങ്ങൾ നോക്കിയിട്ട് ഒരു മരം നോക്കിയാ തടി നോക്കോട്ടെ. ഈ മരത്തിന്റെ തടി എടുത്ത് നോക്കി.
ഇത് കണ്ടോ മരം മുറിച്ചിട്ട് അതിൽ കൊത്തി വെച്ചേക്കുന്നേ റോസാപ്പൂവോ റോസാണല്ലേ നോക്കിക്കോട്ടോ കണ്ടോ അടുത്ത് നല്ല ഭംഗിയുണ്ടല്ലേ നോക്കണേ മരത്തിന്റെ ഷേപ്സ് ഇത് നോക്കുന്നുണ്ട് ഇത് എനിക്ക് വീണ്ടും വെക്കാൻ പറ്റുമോ നോക്കിക്കോട്ടോ കണ്ടോ പസൽ മരം ഇതിന്റെ പേരാണ് പസൽ മരം മരത്തിന് പേരൊക്കെ ഇടുക അമ്മൂസ് കാട്ടിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അണ്ണാകുഞ്ഞിനെ കിട്ടും, അതിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താൻ വേണ്ടി നടക്കുകയാണ് അമ്മൂസ്. കണ്ടോ കാട് ഉള്ളില് നല്ല ഇരുട്ട് പോലെ തന്നെയുണ്ട്. അകത്തോട്ടാ വേണ്ട, പാമ്പുണ്ടാവും. കണ്ടോ ഫുള്ള് കാടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കിളികളുടെ സൗണ്ടാണ് കേട്ടോ. എന്ത് രസാ. അപ്പോൾ ഈ ഒരു കാടിൻ്റെ സൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവറും മ്യൂസിക്കൊന്നും ഇതിൻ്റെ ഇടയിൽ ഇടാത്തത്. അപ്പോൾ ഈ കിളികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാം. ഇവിടെ കണ്ടോ ഇങ്ങനെ ഓരോ ഇങ്ങനെ കുറ്റികൾ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുന്ന പോലെ അത് ഇവർ പുതിയ ചെടികൾ നട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് ഇവർ ഇടയ്ക്കിടയ്ക്ക് മരം മുറിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 2-3 ആഴ്ച നമ്മളിപ്പോൾ നടക്കാൻ പോകുമ്പോഴൊക്കെ അവിടെ മരം മുറിച്ചിട്ടേക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മുറിച്ച മരങ്ങളാണ്. അപ്പോൾ ആ മരം മുറിക്കുന്നതിനനുസരിച്ചിട്ട് അവർ ഇങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചെടികൾ ഇവിടെ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു മരം കടപുഴകി കിടക്കുന്നതാണ്. അതിൻ്റെ മറിഞ്ഞ് അപ്പുറത്തെ സൈഡിലോട്ട് കിടന്നിട്ട് ആ വേരിൻ്റെ ഭാഗമാണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാട്ടിൽ നിന്ന് ഇവർ ഒരുപാട് മരങ്ങൾ മുറിക്കുന്നുണ്ടെന്ന്. അങ്ങനെ മുറിച്ചിട്ടുള്ള മരങ്ങളുടെ കുഞ്ഞു പീസുകൾ അവർ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ കെട്ടി വെച്ചേക്കണം. അപ്പം കെട്ടി വെച്ചേക്കാൻ നല്ല ഭംഗിയുണ്ടല്ലേ. എന്തൊരു അടുക്കിയാലേക്ക് അങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടാണ് അവർ കെട്ടി വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുറിക്കാനുള്ള മരങ്ങൾ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാർക്ക് ചെയ്തിട്ട് എവിടെ നിന്നാണ് കട്ട് ചെയ്യേണ്ടത് എന്ന് വരെ അവർ അവിടെ ഒരു ആരോ ഇട്ടിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊരു പ്ലാനിങ്ങോടുകൂടിയാണ് മരം വെട്ടുന്നത്. അമ്മൂസിന് ഇതിൽ കൂടെ നടക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അമ്മ നമ്മളോട് തിരിച്ചു പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടക്കുന്നത്. മറ്റേ നമ്മൾ സൈക്ലിങ്ങിന് പോകുമ്പോൾ ടാറിട്ട റോഡ് അപ്പുറത്തുണ്ട്, അതിൽ കൂടെ നമ്മൾ ചെയ്യാറ്. ഇത് കണ്ടോ ഇപ്പം മുറിച്ച മരമാണ് അവരതിനകത്ത് കൊത്തി വെച്ചേക്കുന്നത്. എന്തൊരു ഭംഗിയായിട്ടല്ലേ കൊത്തി വെച്ചേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം നല്ല ഫ്രഷായിട്ട് കൊത്തിയത് കൊണ്ട് തന്നെ നല്ല നല്ല ഭംഗിയുണ്ട്. ആ ഒരു മരത്തിൻ്റെ പുതിയ മരത്തിൻ്റെ ഒരു കളറൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെയും നടന്നിട്ട് പാർക്കിലോട്ട് തന്നെ എത്തിയിട്ടോ. നടന്ന് ക്ഷീണിച്ചു. ഇന്ന് ഏകദേശം നമ്മളൊരു 7 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മൊത്തമായിട്ട്. പിന്നെ അമ്മു ദേ ഊഞ്ഞാലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാർക്കാണ് കേട്ടോ. കാണുമ്പോൾ കാട് പോലെ ഉണ്ട്, പക്ഷെ പാർക്കാണ്. ഇവിടെ കണ്ടോ നമുക്ക് ബാർബിക്യൂ ചെയ്യാനുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ. അത് കണ്ടോ അവരുടെ ഇവിടെ ഇരിക്കാനുള്ള ടേബിള്, അവിടെ വേസ്റ്റ് കളയാൻ ഉണ്ടോ. അവിടെ നമുക്ക് കയറി ഇരിക്കാം. പിന്നെ അവിടെ ഒരു കുഞ്ഞു ഊഞ്ഞാൽ. ഇതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ വേറെ കുറച്ച് സ്ലൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും കാട് പോലെ തന്നെയുണ്ട്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ അവിടെ ഇരിക്കാൻ. അപ്പുറത്തെ ആൾക്കാർ വന്നിട്ട് പാർട്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവുമല്ലേ. കുറേ ആൾക്കാരോട് പാർട്ടി ചെയ്യുന്നുണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കുകയും ചെയ്യാം. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നാലും
ഇനി ഇരിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ വന്ന് ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. കണ്ടോ, നല്ല സൂപ്പർ ഒരു സ്ഥലമാണ്. കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പീസ്ഫുള്ളായിട്ട് നല്ല സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കാട്ടിക്കൂടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ശരി മടുത്ത് ക്ഷീണിച്ചു. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടത്തമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സിമ്പിളൊരു ഡെയിലി വ്ളോഗ് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.